മുൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KP ഉദയഭാനു അദ്ദേഹം പറഞ്ഞ കാര്യം അതിൽ ഒരു ഭാഗം ശരിയാണെന്നുള്ളത് വന്നല്ലോ. രണ്ടാമത്തെ ഭാഗം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്ത്രിയുടെ പണമാണ് എന്നുള്ളതിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പുറത്തു വരട്ടെ. സത്യം ഒളിച്ചു വെക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ കള്ളം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോഴേക്കും സത്യം സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ സത്യം ജയിക്കും. സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ആരോപണം അല്ലല്ലോ. ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം 2 കോടി രൂപ കൊടുത്തു എന്ന് പറയുക. ആ 2 കോടി രൂപ ഇലക്ഷനിൽ ചെലവഴിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ ഇലക്ഷൻ്റെ ഈ ചെലവ് സമർപ്പിച്ചപ്പോൾ അത് കാണിച്ചിട്ടുണ്ടോ? ഈ 2 കോടി രൂപ എവിടെ? അങ്ങനെയാണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങിച്ചത്? ആ ഡോക്യുമെൻറ്റിൽ അത് കൊടുത്തിരുന്നോ? സത്യവാങ്മൂലത്തിൻ്റെ മുമ്പാണോ കൊടുത്തത്? അതിനുശേഷമാണോ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ പിന്നീട് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല. തിരിച്ചു കൊടുത്തെങ്കിൽ അതിന് തക്കവണ്ണമുള്ള റിട്ടേൺസ് ഉണ്ടോ? അത് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ? ഇത് കേരള സമൂഹത്തിന് മുൻപിലുള്ള കാര്യമാണ്. എനിക്കത് സംബന്ധിച്ച് ഒരു കാര്യമേ പറയാനുള്ളൂ. സത്യം പുറത്തു വരും. സത്യം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്. ചിലരുടെ വലിയ വ്യഗ്രത കണ്ടപ്പോഴേ ഇതിൽ പറയാൻ അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ വന്ന ചിത്രം ഒന്നേ ഉള്ളൂ.